കോട്ടയം ആലപ്പുഴ ജില്ലകളെ മഴയിൽ മുക്കിയത് കനത്ത മഴ മാത്രമല്ല. കിഴക്കൻ വെള്ളത്തെ സ്വീകരിക്കുന്ന ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽത്തിട്ടകൾ കൃത്യസമയത്ത് നീക്കം ചെയ്തില്ല എന്നുള്ള വലിയൊരു കാരണം അതിന് പിന്നിലുണ്ട്. പൊഴി മുറിച്ച് ആഴം കൂട്ടാനും അധികൃതർ ശ്രമിച്ചില്ല. മാലിന്യ കൂമ്പാരം സ്പിൽവേ ഷട്ടറുകളിൽ അടിഞ്ഞുകൂടിയതോടെ നീരൊഴുക്കും തടസ്സപ്പെട്ടു. നിലവിൽ തോട്ടപ്പള്ളി വഴി 1/3 വെള്ളം മാത്രമാണ് അറബിക്കടലിലേക്ക് ഒഴുകുന്നത്. നമുക്ക് ചില ആകാശ ദൃശ്യങ്ങൾ കണ്ട് ബോധ്യപ്പെടാം. ആ മാലിന്യത്തിന്റെ കാഴ്ചകൾ നമുക്ക് ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുന്നതാണ്. 20 അടി താഴ്ചയിൽ 350 മീറ്റർ ഭാഗത്തെ മണൽ ഇനിയും നീക്കം ചെയ്യാനുണ്ട്. ഗുരുതര വീഴ്ച റിപ്പോർട്ടർ TV പുറത്തു കൊണ്ടുവന്നതോടെ കണ്ണിൽ പൊടിയിടാൻ ജലസേചന വകുപ്പ് ശ്രമം തുടങ്ങി. JCB ഉപയോഗിച്ച് തീർത്തും അപ്രായോഗികമായ രീതിയിലാണ് ഇറിഗേഷൻ വകുപ്പിന്റെ ഇപ്പോഴത്തെ മണൽ നീക്കം. സ്പിൽവേ ഷട്ടറിൽ അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കാൻ കൂടുതൽ ജീവനക്കാരെയും എത്തിച്ചിട്ടുണ്ട്. മനീഷ് മഹിപാലാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ഈ മണിക്കൂറിൽ നമ്മളൊപ്പം ചേരുന്നത്. മനീഷ്, മഴക്കാലത്തിന് മുൻപേ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മഴ പെയ്ത് വെള്ളപ്പൊക്കം വന്നിട്ട് ഇങ്ങനെ കൈമലർത്തി നിൽക്കേണ്ടതല്ല അധികാരികളുടെ ഉത്തരവാദിത്തം. ആ അഴിമുഖത്തുണ്ടായിട്ടുള്ള മണൽത്തിട്ടകൾ നീക്കം ചെയ്ത് ഇതുപോലുള്ള വെള്ളപ്പൊക്കത്തെ ഒഴിവാക്കുക എന്നുള്ളത് ചെയ്യേണ്ടിയിരുന്ന സമയത്ത് ചെയ്യാത്തതിന്റെ ഫലമാണ് ഇപ്പോൾ ഒരുപാട് മനുഷ്യർ അനുഭവിക്കുന്നത്. എത്ര പ്രദേശമാണ് വെള്ളത്തിലായിരിക്കുന്നത്? അത് ടൺ കണക്കിന് മാലിന്യം ആ സ്പിൽവേ ഷട്ടറിന്റെ ഇരുഭാഗങ്ങളിലുമായി അടിഞ്ഞുകൂടിയിരിക്കുന്നത് നമ്മൾ കണ്ടതേ ഈ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്നതാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ടെന്താണ്? ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഏത് തരത്തിലാണ് ചെയ്യുന്നത്? അതിലും പ്രശ്നങ്ങളുണ്ട്. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? ഇപ്പോഴവിടെ എന്താണ് നടക്കുന്നത്? ഈ ഇറിഗേഷൻ വകുപ്പിന്റെ ഉത്തരവാദിത്തമുണ്ടല്ലോ, അവരെന്താണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? റോഷ്നി, അല്പസമയത്തിനകം തന്നെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി M. ലിജു, ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല, ഹരിപ്പാട് MLA കൂടിയാണ്. ഹരിപ്പാട് MLAയുടെ പരിധിയിൽ കൂടിയുള്ള, അതായത് അമ്പലപ്പുഴ ഹരിപ്പാട് മണ്ഡലങ്ങളുടെ അതിർത്തിയിലുള്ള പ്രദേശമാണ് ഈ തോട്ടപ്പള്ളി. അങ്ങനെ മന്ത്രി രമേശ് ചെന്നിത്തല കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോഴിതാ ഈ സംഭവത്തിൽ പ്രാഥമികമായി ഇറിഗേഷൻ വകുപ്പ് എടുക്കേണ്ട നടപടികൾ പാലിച്ചില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് മഴക്കാലത്തിന് മുൻപേ നടത്തേണ്ട പ്രാഥമികമായ നടപടികൾ നടത്തിയിട്ടില്ല എന്നത് ഇറിഗേഷൻ വകുപ്പിന്റെ മുൻപിൽ മന്ത്രിമാരടക്കം ചോദ്യചിഹ്നമായി വെക്കുന്നു. കാരണം ഇവിടെ പ്രാഥമികമായി നടത്തേണ്ട നടപടിക്രമങ്ങളാണ്. കാരണം കിഴക്കൻ വെള്ളം ഒഴുകിയെത്തുമ്പോൾ അത് അറബിക്കടലിലേക്ക് ഒഴുകിപ്പോകാൻ വേണ്ടി ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചതാണ് തോട്ടപ്പള്ളി സ്പിൽവേ. അതിൽ 39 ഷട്ടറാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആ 39 ഷട്ടർ വഴി ഒഴുകി പോകുമ്പോൾ അതിന് വേണ്ട വീതി, വിസ്താരം പൊഴിമുഖത്തിന് വേണം. അങ്ങനെ പൊഴിമുഖത്തിന് വേണ്ടത് ഏകദേശം 400 മീറ്ററോളം വീതിയിലാണ് പൊഴിമുഖമുള്ളത്. അതിൽ സ്വാഭാവികമായി 100 മീറ്റർ മുറിഞ്ഞുപോയി. അതായത് ജലം വന്ന് തന്നെ ആ പൊഴിമുഖം മുറിഞ്ഞുപോയി. മറ്റേ ഭാഗം മുൻ സർക്കാരിന്റെ കാലത്തൊക്കെ തന്നെ അത് ഡ്രഡ്ജ് ചെയ്ത് ആ മണൽ നീക്കം ചെയ്തിരുന്ന വീതി. പക്ഷെ ഇത്തവണ മാസങ്ങൾക്ക് മുൻപേ തന്നെ ചെയ്യേണ്ട ഡ്രഡ്ജിംഗ് അടക്കമുള്ള മണൽ നീക്കം എന്ന നടപടി നടന്നിട്ടില്ല എന്ന് മാത്രമല്ല 20 അടി താഴ്ചയിൽ വേണം അത് നീക്കാൻ. പക്ഷെ ഇവിടെ ഇപ്പോഴിതാ ഈ വാർത്തയ്ക്ക് പിന്നാലെ കണ്ണിൽ പൊടി വാരിയിടാൻ എന്ന രീതിയിലാണ് ഇപ്പോൾ ആ പ്രതലത്തിന്റെ ഭാഗത്തുള്ള മണ്ണുമാന്തി 1-2 മണ്ണുമാന്തി യന്ത്രം കൊണ്ട് മാത്രം ആ മണൽ നീക്കുകയാണ്. നമുക്കറിയാം അത് ടൺ കണക്കിന് മണ്ണുണ്ട്. അതായത് ഏകദേശം 1 മാസത്തോളം എടുത്താലും തീരാത്ത മണ്ണ് എടുത്ത് മാറ്റിയാൽ മാത്രമായിരിക്കും അവിടെ ജലം ഒഴുകി പോവുക. അത് 2022 ഏറ്റവും പ്രധാനപ്പെട്ട ചെന്നൈ IIT റിപ്പോർട്ട് അനുസരിച്ചും സർക്കാർ നിയോഗിച്ച ഹൈക്കോടതിയുടെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചും തോട്ടപ്പള്ളിയിൽ നിന്നും മണൽ വാരിയില്ലെങ്കിൽ അത് വലിയ പ്രത്യാഘാതം കുട്ടനാടക്കമുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള റിപ്പോർട്ട് മുന്നിൽ നിൽക്കുകയാണ്. അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇറിഗേഷൻ വകുപ്പ് തന്നിഷ്ടപ്രകാരം അവിടെ സ്വാഭാവികമായി ഒഴുകിപ്പോകുന്ന ജലം മാത്രം ഒഴുകിപ്പോകട്ടെ എന്ന നിലപാടെടുക്കുന്നത്. മാത്രമല്ല അവിടെ അടിഞ്ഞുകൂടിയ മാലിന്യം കണ്ടതാണ്. ടൺ കണക്കിന് മാലിന്യം. ആ മാലിന്യം വന്ന് 4 ദിവസം പിന്നിടുന്നു. കാരണം പത്തനംതിട്ടയിലുണ്ടായ മഴ, ആ മഴയിൽ ജലം അച്ചൻകോവിലാർ, മണിമലയാർ തുടങ്ങി പമ്പയാർ തുടങ്ങിയ ആറുകളിലൂടെ ഒഴുകിയെത്തിയത് പോകുന്നില്ല. അതിന് പോകാൻ തടസ്സമായ ആ മാലിന്യം അവിടെ കൂമ്പാരമായി നിൽക്കുമ്പോഴും ഒരു വിധത്തിലുള്ള നടപടികൾ എടുക്കുന്നില്ല. ആ മാലിന്യം ഒഴുകിപ്പോകുന്നില്ല.
ഇപ്പോഴത്തെ വാർത്തയ്ക്ക് പിന്നാലെ ആ ചെറിയൊരു നടപ്പാത, അതായത് 30 മീറ്റർ നടപ്പാത മാത്രം മുറിച്ചുകൊണ്ട് മാലിന്യം ഒഴുക്കിവിടാനുള്ള ശ്രമം നടത്തുകയാണ്. ആ ശ്രമവും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? അതായത് ഇപ്പോൾ ഈ അവസാന മുഹൂർത്തത്തിൽ തോട്ടപ്പള്ളിയിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം 20 അടിയോളം താഴ്ചയിൽ ആ മണ്ണ് മാറ്റി വേണം ആ പൊഴിമുഖത്ത് അറബിക്കടലിലേക്ക് ജലം ഒഴുക്കിവിടാൻ. അങ്ങനെയുള്ള നടപടികൾ ഈ സമയത്ത് പ്രായോഗികമല്ല. ഇനി അതല്ലെങ്കിൽ ഇറിഗേഷൻ വകുപ്പ് എന്ത് ചെയ്യാൻ കഴിയും എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴിതാ മന്ത്രിമാരായ എം ലിജുവും രമേശ് ചെന്നിത്തലയും അല്പനിമിഷത്തിനകം തന്നെ തോട്ടപ്പള്ളി സ്പിൽവേ സന്ദർശനം നടത്തും. അതിനുശേഷം ആയിരിക്കും ഇനിയുള്ള ഭാവി എന്തായിരിക്കും, തോട്ടപ്പള്ളിയിലെ വെള്ളം ഒഴുകിപ്പോകാൻ അപ്പർ കുട്ടനാട്ടിലെയും കുട്ടനാട്ടിലെയും വെള്ളം ഒഴുകിപ്പോകാനുള്ള നടപടികൾ എങ്ങനെയാകും എന്നുള്ള കാര്യം അല്പസമയത്തിനകം തന്നെ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരോട് ആരായും. അതിനുശേഷം മാത്രമായിരിക്കും നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. അതാണ് ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകേണ്ട വിഷയമാണ്. കാരണം എടുക്കേണ്ട നടപടികൾ കൃത്യസമയത്ത് എടുക്കാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയ പ്രദേശങ്ങൾ, അതിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ, അവരുടെ ചോദ്യമുണ്ട്. ഇത് മഴക്കാലത്തിന് മുൻപേയാണ് ആ മൺതിട്ടകൾ അവിടെ നിന്ന് മാറ്റേണ്ടിയിരുന്നത്. അത് മാറ്റാത്തത് കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയല്ല, ആകെ 40 ഷട്ടറുകളാണ് അവിടെ ഉള്ളത്. ഈ 40 ഷട്ടറുകളിൽ ഒന്ന് കേടാണ്. ബാക്കി 39 എണ്ണത്തിലൂടെയും സുഗമമായി ജലം ഒഴുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷേ അതിലാണ് ഈ പറയുന്ന 1/3 പോലും ഇപ്പോൾ നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് അവിടെ മാലിന്യം കുന്നുകൂടി കിടക്കുന്നത്. ഇത് തിങ്കളാഴ്ച രാത്രി എന്നിട്ട് ഈ ജലസേചന വകുപ്പ് അത് അറബിക്കടലിലേക്ക് ഒഴുക്കാൻ നോക്കുന്നു. എന്നിട്ട് സമാന്തരമായി നിർമ്മിച്ചിട്ടുള്ള ഈ പാലം, ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ സമാന്തരമായ പാലത്തിൽ പോയി ഈ മാലിന്യം അടിയുന്നു. എന്നിട്ട് ആകെ പ്രശ്നമായിരിക്കുന്ന സാഹചര്യം. ജനങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം സാർ എന്ന്. മാസങ്ങൾക്ക് മുൻപേ നടക്കേണ്ടിയിരുന്ന പ്രവൃത്തിയാണ് ഏറെ വൈകി നടക്കുന്നത്.